കുവൈറ്റിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ രാവിലെ മുതൽ വിവിധയിടങ്ങളിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു. പകൽ മുഴുവൻ നേരിയ നിലയിൽ പെയ്തിരുന്ന മഴ രാത്രിയും തുടരുകയായിരുന്നു. ഇന്നും നാളെ രാവിലെ വരെയും മഴ തുടരുമെന്ന് തെക്ക് കിഴക്കൻ ദിശയിൽ നിന്നും മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കാറ്റ് ചില പ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾക്കും ദൃശ്യപരത കുറയ്ക്കുന്നതിനും വലിയ രീതിയിൽ കാരണമാകും. നാളെ ഉച്ചയോടെ കാലാവസ്ഥ തെളിഞ്ഞു തുടങ്ങുമെന്നാണ് നിഗമനം. ഇന്നലെ ശരാശരി താപനില 15 ഡിഗ്രി സെൽഷ്യസിനും 13 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലേക്ക് താഴുകയും ചെയ്തിരുന്നു. നാളെ പകൽ സമയത്ത് ചൂട് 24-22 ഡിഗ്രിയിലേക്ക് ഉയരുവാനും സാധ്യതയുണ്ട്. പക്ഷെ രാത്രിയിൽ 11 ഡിഗ്രിയിലേക്ക് താഴുമെന്നാണ് അറിയിപ്പുള്ളത്. ഇതിനാൽ പകൽ മിതമായ കാലാവസ്ഥയും രാത്രി തണുപ്പ് നിറഞ്ഞതുമായ അവസ്ഥയായിരിക്കും നിലനിൽക്കുക. അസ്ഥിര കാലാവസ്ഥയിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വിവരങ്ങൾ ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി പിന്തുടരണമെന്നും വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശവും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. തണുപ്പിന് തീവ്രത കൂടി ചൊവ്വാഴ്ച രാജ്യത്താകമാനം മഴയെത്തിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ മുതൽ മൂടിക്കെട്ടിയ നിലയിലായിരുന്നു അന്തരീക്ഷം നിലനിന്നിരുന്നത്. ഉച്ചയോടെ മിക്കയിടത്തും നേരിയ മഴയായിരുന്നു എത്തിയത്. ഇത് തണുപ്പിന്റെ തീവ്രത കൂട്ടുകയും ചെയ്തു. വൈകുന്നേരത്തോടെ ശക്തി കൂടിയ തണുപ്പ് രാത്രിയിൽ തീവ്രമായി മാറുകയായിരുന്നു. രാജ്യത്ത് ശനിയാഴ്ച വരെ വ്യത്യസ്ത തീവ്രതയിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നടത്തിയ പ്രവചനം. മഴയ്ക്കൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റുമായിരിക്കും ഉണ്ടാവുക. മണിക്കൂറിൽ 50 കിലോമീറ്റർ മുതൽ വേഗത്തിലുള്ള കാറ്റിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ തിരശ്ചീന ദൃശ്യപരത കുറയുമെന്നും കടൽ തിരമാലകൾ 6 അടിക്ക് മുകളിൽ ഉയരാൻ കാരണമാകുമെന്നും വകുപ്പ് ആക്ടിംഗ് ഡയറക്ടർ ദിരാർ അൽ അലി വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ കാലാവസ്ഥ ക്രമേണ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. വകുപ്പിന്റെ വെബ്സൈറ്റിലൂടെയും ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും കാലാവസ്ഥാ വിവരങ്ങൾ പിന്തുടരാൻ അദ്ദേഹം പൗരന്മാർക്കും താമസക്കാർക്കും ഉപദേശം നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ദിവസങ്ങളായി രാജ്യത്ത് തണുപ്പ് കാലാവസ്ഥ തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പകൽ സമയത്ത് അല്പം കുറവുണ്ടെങ്കിലും രാത്രി ശക്തമായ തണുപ്പാണ് കൂടുതലും അനുഭവപ്പെടുന്നത്. തണുപ്പ് ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്നാണ് നിലനിൽക്കുന്ന സൂചന. ഈ ആഴ്ചയിൽ ചെറിയ മഴ, മൂടൽ മഞ്ഞ്, ഉയർന്ന ആർദ്രത, കുറഞ്ഞ തിരശ്ചീന ദൃശ്യപരത എന്നിവ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. ഈ വർഷത്തെ റമദാനിലെ കാലാവസ്ഥ പൊതുവെ വസന്തകാലത്തിന് സമാനമാണെന്നും കാലാവസ്ഥ പ്രവചന വിദഗ്ധനായ ഇസാർ റമദാൻ വിശേഷിപ്പിക്കുകയുണ്ടായി. റമദാനിൽ ഉടനീളം രാത്രിയിൽ തണുപ്പ് തുടരുകയും പകൽ സമയത്ത് ക്രമേണ മിതമാകുവാനുമാണ് സാധ്യതയുള്ളത്. റമദാനിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആഴ്ചകളിൽ താപനില ക്രമേണ ഉയരുമെന്നാണ് നിരീക്ഷണം. പകൽ താപനില ശരിക്കും കൂടുതൽ ചൂടാകും. പക്ഷെ രാത്രികൾ തണുപ്പായി തുടരുമെന്നും റമദാൻ അഭിപ്രായപ്പെടുകയുണ്ടായി. ചിതറിക്കിടക്കുന്ന മേഘങ്ങളും ഇടയ്ക്കിടെയുള്ള മഴയും തുടരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും ഇറാഖിലും ഈ വർഷത്തെ റമദാൻ കാലാവസ്ഥ വളരെ സുഖകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു.